Hello friends, welcome to Zeal to Know. അപ്പോൾ Zeal to Knowയുടെ CPC എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ CPC എപ്പിസോഡിൽ നമ്മൾ ICD ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ICDയുടെ ഇനി ചെയ്യാനുള്ള ചാപ്റ്റർ 16 ആണ്. ഓക്കെ, നമ്മൾ ചാപ്റ്റർ 15 രണ്ട് പാർട്ടായിട്ടാണ് പഠിച്ചത്. പ്രഗ്നൻസിയുടെ ചാപ്റ്റർ ആണ്, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂപ്പേറിയം ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗമായിട്ട് പഠിച്ചു. ഓക്കെ, പാർട്ട് 1 പാർട്ട് 2. അപ്പോൾ അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം പോയി നോക്കണം കേട്ടോ. ലിങ്ക് നോക്കിക്കോണം. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ തരാം. അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് തരാം, CPCയുടെ നമ്മുടെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ. സോ ദാറ്റ് അതിനകത്ത് കയറി നോക്കുന്നത് നമ്മുടെ എല്ലാ ക്ലാസ്സസും 1 by 1 ചാപ്റ്റർ 1 to നമ്മളിപ്പം എത്തി നിൽക്കുന്നത് 16th ചാപ്റ്റർ ആണ്. അവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓൾറൈറ്റ്, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കോഴ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിലും ഞാൻ മെയിൻ പോയിന്റ്സ് ആണ് പറയുന്നത്, പക്ഷേ എല്ലാ ടോപ്പിക്സ് ഒന്ന് ചെറുതായിട്ട് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഞാൻ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പറയാം. ഓൾറൈറ്റ്, ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് പെരിനേറ്ററിൻ്റെ ഈ ചാപ്റ്ററായ ചാപ്റ്റർ 16. ഈ ചാപ്റ്റർ 16 എന്ന് പറഞ്ഞാൽ പി കോഡ്സ് ആണ്. പി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കോഡ്സ് ആണ്. ഓക്കെ, ചാപ്റ്റർ 15 പ്രഗ്നൻസിയുടെ കോഡ്സ് എല്ലാം O കോഡ്സ് ആണ്. ഒബ്സ്ട്രക്റ്റിക് എന്ന് ഓർത്താൽ മതി. അപ്പം O കോഡ്സ് ആണ്. അപ്പം ഈ കോഡ്സ് എല്ലാം പി കോഡ്സ് ആണ്. പി കോഡ്സ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാലോചിക്കുന്നത് ബേബീസ് എന്നുള്ള കോഡാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞ് നമ്മൾക്ക് പ്രഗ്നൻസിയുടെ ചാപ്റ്റർ പഠിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞു, അത് ആ ചാപ്റ്ററിലെ എല്ലാ കോഡ്സും മെറ്റേണൽ റെക്കോർഡിൽ വരുന്നതാണ്. ഒരിക്കലും ചൈൽഡിൻ്റെ അല്ലെ ബേബിയുടെ റെക്കോർഡിലോട്ട് ഇത് വരില്ല. അതേസമയം ചൈൽഡിൻ്റെ റെക്കോർഡിൽ വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ ചാപ്റ്റർ, സർട്ടൻ കണ്ടീഷൻസ് ഇൻ പെരിനേറ്റൽ പീരീഡ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജനറൽ ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് 1 by 1 എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് യൂസ് ഓഫ് ചാപ്റ്റർ 16 കോഡ്സ്. അപ്പോൾ ചാപ്റ്റർ 15 പറഞ്ഞ പോലെ തന്നെ ചാപ്റ്റർ 15 കോഡ്സ് ഒരിക്കലും ലൈക്ക് മെറ്റേണൽ റെക്കോർഡിൽ മാത്രമേ ചാപ്റ്റർ 15 കോഡ്സ് യൂസ് ചെയ്യത്തുള്ളൂ, ബേബിയുടെ പറ്റില്ല. അതേപോലെയാണ് മെറ്റേണൽ റെക്കോർഡിൽ ഒരിക്കലും ചാപ്റ്റർ 16ന്റെ കോഡ് വരില്ല. ഓക്കെ, അതൊരു ഗൈഡ് ലൈൻ ആയിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ചാപ്റ്റർ 16 കോഡ് ഒരിക്കലും മെറ്റേണൽ റെക്കോർഡിൽ വരില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് ഉള്ള ഒരു ചെറിയ പോയിന്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ചൈൽഡിന് ഇപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട് ആൻഡ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് വേണമെങ്കിൽ നമുക്കിപ്പോൾ പെരിനേറ്റൽ എന്ന് പറയുമ്പോൾ കൊച്ചു പിള്ളേരെയാണ് ഞാൻ പറഞ്ഞു. യെസ്, ബേബീസിൻ്റെ കാര്യത്തിലുള്ള കോഡ്സ് ആണ്. പക്ഷേ ത്രൂ ഔട്ട് ദെയർ ലൈഫ് നിൽക്കുന്ന എന്തെങ്കിലും ഡിസീസോ സർട്ടൻ കണ്ടീഷൻസോ ഉണ്ടെങ്കിൽ അത് ത്രൂ ഔട്ട് ദെയർ ലൈഫ് കോഡ് ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് നമുക്ക് തരുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. ഇനി അടുത്ത വരുന്നത് പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ഫോർ ബർത്ത് റെക്കോർഡ്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർത്ത് വെക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ Z38 കോഡാണ്. ഓക്കെ, അപ്പം Z38 കോഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ചൈൽഡിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഡയഗ്നോസിസ് ആണ് Z38 എന്ന് പറഞ്ഞ കാറ്റഗറി. ഓൾറൈറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ബർത്ത് നടന്നു വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ആണ്, എന്നിട്ട് ട്രാൻസ്ഫർ ടു അനദർ ഹോസ്പിറ്റൽ. അപ്പോൾ ഒരിക്കലും റിസീവിങ് ഹോസ്പിറ്റലിന് Z38 കോഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് നമ്മൾ Z38 ആണ് നമ്മുടെ ചൈൽഡ് ബർത്തിൽ ചൈൽഡിന് ഇടുന്ന നമുക്ക് ഫസ്റ്റ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്, പ്രൈമറി ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കോഡ് റിസീവിങ് ഹോസ്പിറ്റൽ ഇപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യില്ലേ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും കണ്ടീഷനാണ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ ഒരിക്കലും റിസീവിങ് ഹോസ്പിറ്റലിന് Z38 ഡയഗ്നോസിസ് ഇടാൻ പാടില്ല. ഓക്കെ, ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു കോഡിന് വേറൊരു പ്രത്യേകതയുണ്ട്. Z38 എന്നുള്ളത് മദറിൻ്റെ റെക്കോർഡിൽ ഒരിക്കലും കോഡ് ചെയ്യരുത്, ന്യൂ ബോണിൻ്റെ റെക്കോർഡിൽ വേണം ഇത് കോഡ് ചെയ്യാനായിട്ട്. ഓൾറൈറ്റ്, അപ്പോൾ ഈ ചാപ്റ്ററിലെ കോഡ്സ് എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ Z ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. Z38 എന്നുള്ള കോഡ് ഒരിക്കലും പേരൻറ്റിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ റെക്കോർഡ് മെറ്റേണൽ റെക്കോർഡിലോട്ട് പോകില്ല, ചൈൽഡിൻ്റെ അല്ലെങ്കിൽ ന്യൂ ബോണിൻ്റെ റെക്കോർഡിലോട്ടാണ് ഇത് പോകുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് ചാപ്റ്റർ 16 കോഡ് ആഫ്റ്റർ ദ പെരിനേറ്റൽ പീരീഡ്. അപ്പം നമ്മൾ പെരിനേറ്റൽ പീരീഡിലാണ്. പെരിനേറ്റൽ പീരീഡ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു ഡെലിവറി ആ ടൈം മുതൽ 28 ഡേയ്സ് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് ത്രൂ 28 ഡേയ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ത്രൂ 28 ഡേയ്സ് വരെയുള്ള ആ പീരീഡിനെയാണ് നമ്മൾ പെരിനേറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പെരിനേറ്റൽ പീരീഡിലുള്ള ഒരു കണ്ടീഷൻ. ഓക്കെ, ആഫ്റ്റർ ഞാൻ കുറച്ച് മുന്നേ ആ സെയിം കണ്ടീഷൻ പറഞ്ഞാൽ ഒന്നിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ആ കണ്ടീഷൻ ത്രൂ ഔട്ട് ദ ലൈഫ് പെർസിസ്റ്റ് ചെയ്താലും
നമുക്ക് ഈ പി കോഡിങ് നമുക്ക് കോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ത്രൂ ഔട്ട് ദ ലൈഫ് ഉള്ള ഒരു കണ്ടീഷൻ ആണ്, പക്ഷെ ഓറിജിനേറ്റഡ് ഫ്രം ദ പെരിനേറ്റൽ പീരീഡ് ആണെങ്കിൽ നമുക്ക് ആ സെയിം കോഡ് തന്നെ അവരുടെ റിഗാർഡ്ലെസ് ഓഫ് ദിയർ ഏജ് നമുക്ക് കോഡ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോ? അപ്പൊ അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബർത്ത് പ്രോസസ് ഓർ കമ്മ്യൂണിറ്റി അക്വയർഡ് കണ്ടീഷൻ. ബർത്ത് പ്രോസസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് വരാം പെരിനേറ്റൽ കേസസിൽ. അപ്പോൾ ഇങ്ങനെ ഒരു കേസാണ് വരുന്നത്, ഡിഫോൾട്ട് ആയിട്ട് വരുക. അപ്പോൾ എങ്കിൽ ഡോക്യുമെന്റേഷനിൽ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടില്ല ഇത് ബർത്ത് പ്രോസസ്സിലായിരുന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അക്വയർഡ് ആയിട്ടാണോ ഈ കണ്ടീഷൻ വന്നതെന്ന് ഡോക്ടർ ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ബൈ ബർത്ത് പ്രോസസ്സിന് കോഡ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ബൈ ബർത്ത് പ്രോസസ്സിന് കോഡ് ചെയ്യാൻ സാധിക്കും ഇൻ കേസ് ഡോക്യുമെന്റേഷൻ ക്ലിയർ അല്ല എങ്കിൽ. ഓക്കെ, പക്ഷേ ഇൻ കേസ് ഇറ്റ് ഇസ് എ കമ്മ്യൂണിറ്റി അക്വയർഡ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പെരിനേറ്റൽ ചാപ്റ്റർ അല്ലെങ്കിൽ ചാപ്റ്റർ 16 കോഡ് അല്ല ഇത് വരുന്നത്. ഏത് കണ്ടീഷൻ ആണോ ആ കണ്ടീഷൻ പോയി അവിടുന്ന് കോഡ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ ബർത്ത് പ്രോസസ്സും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി അക്വയർഡും വരുവാണെങ്കിൽ ഡോക്യുമെന്റേഷൻ ക്ലിയർ അല്ലെന്നുണ്ടെങ്കിൽ, ക്ലിയർ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് ചെയ്തില്ലെങ്കിൽ ഡിഫോൾട്ട് ബർത്ത് പ്രോസസ് നമുക്ക് എഴുതാൻ സാധിക്കും. ഇൻ കേസ് in case the condition is community acquired ആണെങ്കിൽ ഒരിക്കലും ചാപ്റ്റർ 16 കോഡ്സിൽ വരില്ല. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോഡ് ഓൾ സിഗ്നിഫിക്കന്റ് കണ്ടീഷൻ, ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് കണ്ടീഷൻസിനെ കോഡ് ചെയ്യണം. ഇനി ഏതൊക്കെ കണ്ടീഷൻസ് ആണ് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ 1 by 1 ആയിട്ട് റീഡ് ചെയ്യാം. ക്ലിനിക്കൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ലെങ്ത് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ അല്ലെ ഇൻക്രീസ്ഡ് നഴ്സിംഗ് കെയർ ആൻഡ് ഓർ മോണിറ്ററിംഗ് വേണം, അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ ഓഫ് ഫ്യൂച്ചർ ഹെൽത്ത് കെയർ നീഡ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ വന്നാൽ അതിനെ നമ്മൾ ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് കണ്ടീഷൻ എന്ന് പറയും. ദാറ്റ് മീൻസ് നമുക്കൊരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വന്നാൽ, ഒരു കണ്ടീഷന് ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കേണ്ടി വന്നാൽ അതിന് നമുക്ക് സിഗ്നിഫിക്കന്റ് എന്ന് പറയും, ഇല്ലേ? കോഡ് ഓൾ സിഗ്നിഫിക്കന്റ് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് കണ്ടീഷൻ. അപ്പോൾ അതിനൊരു ട്രീറ്റ്മെന്റ് വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അതിനൊരു ഇവാലുവേഷൻ വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റേ കൂടുതൽ വേണ്ടി വന്നാൽ, മനസ്സിലായോ? അല്ലെങ്കിൽ നഴ്സിംഗ് കെയർ കൂടുതൽ വന്നാൽ, അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ വേണ്ടി വന്നാൽ, അപ്പം ഇതിനെയൊക്കെ നമുക്ക് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ഒരു മേജർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ന്യൂ ബേൺസ് for suspected conditions not found. അപ്പോൾ ഈ സെന്റൻസ് പറയുമ്പോൾ തന്നെ ക്ലിയർ ആണ്. ഇപ്പം ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ വേണം ആർക്ക്? ന്യൂ ബോർണിന്. എന്തിനാ? സസ്പെക്റ്റഡ് കണ്ടീഷൻസ് ടു ബി ഓർ നോട്ട് ഫൗണ്ട്. ഇപ്പം ഇതുവരെ കണ്ടുപിടിക്കാത്ത പക്ഷെ സസ്പെക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കണ്ടീഷനിലുള്ള ന്യൂ ബോർണിന്റെ ഒബ്സർവേഷൻ ഇവാലുവേഷൻ നമ്മൾ എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്ന് നോക്കാം. അപ്പൊ ഇതിൽ തന്നെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് Z05 കോഡ്സ്. അപ്പൊ ഇതിലൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. Z05 കോഡ്സ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ന്യൂ ബോൺസ് ആണ്. ഓക്കെ, ഒബ്സർവേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ന്യൂ ബോൺസ് ആണ്. അവിടെ എന്താ ഒരു കേസ് എന്ന് പറഞ്ഞാൽ സസ്പെക്റ്റഡ് ആണ്, കേസ് സസ്പെക്റ്റഡ് ആണ്. പക്ഷെ ആഫ്റ്റർ എന്താ നമ്മൾ പറയാ, നമ്മൾ എന്തെങ്കിലും ഒരു ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്തതിനു ശേഷം തെളിഞ്ഞു പേഷ്യന്റ് ഈസ് നോർമൽ, അവർക്ക് കുഴപ്പമൊന്നുമില്ല, മനസ്സിലായോ? സൈൻസ് ആൻഡ് സിംറ്റംസോ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല ഒരു കാലത്തിന്റെയും, പക്ഷെ സസ്പെക്റ്റഡ് ആണ്. ഇൻ കേസ് ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു കേസ് ഉണ്ട്. അപ്പോൾ ഒബ്സർവേഷനും ഇവാലുവേഷനും വേണ്ട ന്യൂ ബോൺ ആണെങ്കിൽ അവർക്ക് നമുക്ക് Z05 കോഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അപ്പം ഒരു കണ്ടീഷൻ ഓർക്കണം, Z05 കോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എല്ലാം കഴിഞ്ഞിട്ട്, നമ്മുടെ ഈ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂൾ ഔട്ട് ചെയ്തു ന്യൂ ബോണിന് കുഴപ്പമൊന്നുമില്ല, ഓക്കെ, അവർക്ക് പ്രസന്റ്ലി നോ പ്രോബ്ലം എന്ന് ഇത് ചെയ്തു. അതാണ് Z05ന്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ഒരു കണ്ടീഷൻ ഉണ്ട്, നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ഒബ്സർവേഷൻ ഇവാലുവേഷൻ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി പേഷ്യന്റ് അഡ്മിറ്റ് ആയി. അതിന് പേഷ്യന്റ് അഡ്മിറ്റ് അല്ലെങ്കിൽ പേഷ്യന്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ കൊടുത്തതിന് ശേഷം എന്ത് കണ്ടുപിടിച്ചു? എന്തെങ്കിലും ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു സൈൻ അല്ലെങ്കിൽ ഒരു സിംറ്റംസ് ഒക്കെ കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് വേണം നമ്മൾ കോഡ് ചെയ്യാൻ. ഇൻ കേസ് നമുക്ക് ഫൈനൽ ഡയഗ്നോസിസ് ഇല്ലെങ്കിൽ പോലും സൈൻസ് ആൻഡ് സിംറ്റംസ് വേണം കോഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ,
അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിക്ക് എന്തെങ്കിലും സസ്പെക്ട് ചെയ്ത് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒബ്സർവേഷൻ കൊടുക്കും നമുക്ക് Z05 കോഡ് ചെയ്യാം. അതേസമയം നമുക്ക് അവസാനം അല്ലെ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒബ്സർവേഷന് ശേഷം പേഷ്യന്റിന് കണ്ടീഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ആ കണ്ടീഷൻസിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് കോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും Z05 ആ ഒരു കേസിൽ കോഡ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണോ? അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ Z05 അതർ ദാൻ ബർത്ത് ഡയഗ്നോസിസ്. ഓക്കെ, അപ്പോൾ ബർത്ത് റെക്കോർഡ് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ബർത്ത് റെക്കോർഡ് എന്നാണ് ടോപ്പിക്കിന്റെ ആ ഒരു നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ വെറുതെ അങ്ങ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് Z38 ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു ബേബി ഹോസ്പിറ്റലിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ന്യൂ ബോണിന് കൊടുക്കുന്ന ഫസ്റ്റ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് Z38 ആയിരിക്കും. പക്ഷേ Z38 കാറ്റഗറിയാണ് ഞാൻ ഈ പറഞ്ഞത്. Z05 ഒക്കെ കാറ്റഗറിയാണ്. അപ്പോൾ സബ് കാറ്റഗറീസ് ഉണ്ടാവാം, കണ്ടീഷൻസ് അനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ജസ്റ്റ് മൈൻഡ് മതി Z38 കാറ്റഗറി എന്നാണ് അല്ലെങ്കിൽ Z05 കാറ്റഗറി എന്നാണെന്നുള്ളൊരു ബോധം വന്നാൽ മതി. ഓൾറൈറ്റ്, അപ്പം Z38 എന്നുള്ള ആ ഒരു കാറ്റഗറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ചില കണ്ടീഷനിൽ. ഓക്കെ, ഇപ്പം ബർത്ത് നടന്ന ആ ഹോസ്പിറ്റൽ തന്നെ ആണെങ്കിൽ നമുക്ക് Z38 നമ്മൾ കോഡ് ചെയ്യും. അതേസമയം ഇപ്പോൾ ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത് വേറെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ ഒബ്സർവേഷനും ഇവാലുവേഷനും കൊടുക്കുകയാണെങ്കിൽ Z38 പറ്റുമോ? ഇല്ല. അതിനാണ് നമുക്ക് Z05 എന്നുള്ളൊരു കോഡ് തന്നെ ഉള്ളത്. അപ്പം Z38 നോ ലോങ്ങർ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കേസസ് നമുക്ക് Z05 കോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് മനസ്സിലായോ? അവിടെയാണ് ഈ ബർത്ത് റെക്കോർഡ്സിൽ കോഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, പിന്നെ നമ്മൾ പറഞ്ഞു Z05 എന്ന് പറഞ്ഞാൽ ഹെൽത്തി ന്യൂ ബോൺസ് ആണ്. യെസ്, എല്ലാ സ്റ്റഡിക്ക് ശേഷം അവർക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് കണ്ടുപിടിച്ച ഹെൽത്തി ന്യൂ ബോൺസിന് കൊടുക്കുന്ന കോഡാണ് Z05. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കണ്ടീഷൻ പറഞ്ഞത് Z05 അതർ ദാൻ ബർത്ത് റെക്കോർഡ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് Z05 ഓൺ ബർത്ത് റെക്കോർഡ്. ഓൺ ബർത്ത് റെക്കോർഡ് വരണമെങ്കിൽ വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. Z38 കൂടെ നമുക്ക് സെക്കൻഡറി ആയിട്ട് ഒരു ഒബ്സർവേഷനോ ഒരു ഇവാലുവേഷനോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് Z05 കോഡ് ചെയ്യാൻ സാധിക്കും. ഓൾറൈറ്റ്, ഇതിന് വലിയ പ്രാധാന്യമില്ല, പക്ഷെ നിങ്ങൾ ഓർത്തു വെക്കുക സെക്കൻഡറി ആയിട്ട് ഈ Z05 കോഡും വരാൻ സാധ്യത ഉണ്ട്. അപ്പം അടുത്തൊരു മേജർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോഡിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ കോഡിംഗ് അഡീഷണൽ പെരിനേറ്റൽ ഡയഗ്നോസിസ്. ഇപ്പോൾ പെരിനേറ്റൽ ഡയഗ്നോസിസ് അഡീഷണൽ ആയിട്ട് പെരിനേറ്റൽ ഡയഗ്നോസിസ് എങ്ങനെയൊക്കെ വരാമെന്നുള്ളതൊക്കെ ടോപ്പിക് ബൈ ടോപ്പിക് നമ്മൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 2-3 ടോപ്പിക്സ് ഉണ്ട്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് ബ്രീഫായിട്ട് ഞാൻ ഒരു ഐഡിയ തരാം. അപ്പോൾ ഞാൻ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചായിരുന്നു. എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രൊസീജിയർ വേണമെങ്കിലോ അല്ലെങ്കിൽ പ്രൊലോങ്ഡ് സ്റ്റേയോ അങ്ങനെയൊക്കെ ഒരു 6-7 കണ്ടീഷൻസ് വായിച്ചായിരുന്നു. അതൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ എന്താണ് അഡീഷണൽ ഡയഗ്നോസിസ് തന്നെയാണ്. അതിനൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇപ്പോൾ എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഓരോ ടോപ്പിക്സിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഓൾറൈറ്റ്, അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അസൈനിങ് കോഡ്സ് ഫോർ കണ്ടീഷൻസ് ദാറ്റ് റിക്വയർ ട്രീറ്റ്മെൻറ്റ്. അസൈനിങ് കോഡ്സ് ഫോർ കണ്ടീഷൻസ് ദാറ്റ് റിക്വയർ ട്രീറ്റ്മെൻറ്റ് അതൊരു സാധാരണ കാര്യം തന്നെയാണ്. ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടായാൽ അത് നമ്മൾ കോഡ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ കുഞ്ഞ് ഡെലിവർ ആയി, കുഞ്ഞിന് ന്യൂ ബോൺ നമ്മൾ കോഡൊക്കെ കൊടുത്തു. പക്ഷെ അതിനുശേഷം എന്തെങ്കിലും ഒരു ഫർദർ ട്രീറ്റ്മെൻറ്റോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അങ്ങനെയാണെങ്കിൽ അതിനൊരു അഡീഷണൽ ഡയഗ്നോസിസ് വേണ്ടേ? യെസ്, ദാറ്റ് ഈസ് വാട്ട് നമ്മൾ അതിനൊരു ഡയഗ്നോസിസ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കും. ഇനി അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ കോഡ്സ് ഫോർ കണ്ടീഷൻ സ്പെസിഫൈഡ് ആസ് ഹാവിംഗ് ഇംപ്ലിക്കേഷൻസ് ഫോർ ഫ്യൂച്ചർ ഹെൽത്ത് കെയർ നീഡ്സ്. ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ന്യൂ ബോൺ ആയിട്ടുള്ള ഒരു ബേബി, ആ ബേബിക്ക് ഫ്യൂച്ചറായിട്ട് നമുക്കറിയാമല്ലോ ചില കണ്ടീഷൻസ് നമുക്ക് ചെറുതിലെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഫ്യൂച്ചറായിട്ടൊരു നീഡ് ഉണ്ട്. അതിന് കുറച്ച് നാൾ കഴിയുമ്പം ഡോക്ടേഴ്സ് തന്നെ പറയും ആഫ്റ്റർ 6 years, ആഫ്റ്റർ 8 years, ആഫ്റ്റർ ഇത്ര ഇയേഴ്സ് അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയും. അപ്പം ആ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി നമുക്കൊരു അഡീഷണൽ കോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പം അഡൾട്ട് ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും വന്ന് പെരിനേറ്റലിനകത്തുനിന്ന് എടുക്കരുത്. ഓക്കെ, അഡൽട്സിന് ഒരിക്കലും വന്ന് ഇതിനകത്തുനിന്ന് എടുക്കരുത്, ഇതിനകത്തുനിന്നുള്ള കോഡ്സ് എടുക്കരുത്. അഡൽട്സിന്റെ കണ്ടീഷൻസ് കോഡ് എടുക്കണം. മനസ്സിലായോ? ഇപ്പം ബേബി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂ ബോൺ ആയിരിക്കുമ്പോൾ ഫ്യൂച്ചർ നീഡ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ നീഡ് കാണിക്കാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാം. ഓക്കെ, ഡയഗ്നോസിസ് നമുക്ക് ഇടാം, കുട്ടിക്ക് വേണ്ടി ഇടാം. പക്ഷെ അഡൽട്ട് ആയ ശേഷമാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അഡൽട്ടിന്റെ ട്രീറ്റ്മെന്റ് കോഡ്സ് ആണ് ഇടുന്നത്. ബട്ട് ഇൻ കേസ് ദ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പൊ കൺജനിറ്റൽ പോലെ ഇപ്പം ചെറുതിലെ തുടങ്ങി അതിനെങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പെരിനേറ്റൽ സെയിം ആ ഡയഗ്നോസിസ് തന്നെ ഇടാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി,
അഡൽട്സിന് ഒരിക്കലും ഈ പെരിനേറ്ററിൽ നിന്ന് വന്നിട്ട് കോഡ് എടുക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളത് അതിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിന്റെ പേര് പ്രീ മെച്യൂരിറ്റി ആൻഡ് ഫീറ്റൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ. അപ്പം ഇതിൽ പഠിക്കാനുള്ള 2 കോഡ്സിൽ ഒരിക്കലും തെറ്റിപ്പോകരുത്. ഓക്കെ, P05ഉം P07ഉം നമുക്ക് പഠിക്കാനുള്ളത്. P05ഉം P07ഉം. അപ്പോൾ P05 കാറ്റഗറിയിലുള്ള കോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസോർഡേഴ്സ് ഓഫ് ന്യൂ ബോൺ related to slow fetal growth and fetal malnutrition. അപ്പോൾ ഫീറ്റസിന്റെ ഗ്രോത്തിന്റെ കുറവ് കൊണ്ടും മാൽന്യൂട്രീഷൻ കാരണം ഉണ്ടാകാവുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ P05 കാറ്റഗറി ആയിട്ട് കോഡ് ചെയ്യുന്നത്. അതേസമയം P07 കാറ്റഗറി കോഡ്സ് എന്ന് പറഞ്ഞാൽ ഡിസോർഡേഴ്സ് ഓഫ് ന്യൂ ബോൺ റിലേറ്റഡ് ടു ഷോർട്ട് ജെസ്റ്റേഷൻ ആൻഡ് ലോ ബർത്ത് വെയിറ്റ് കുറവും അതുപോലെ തന്നെ ഷോർട്ട് ജെസ്റ്റേഷൻ പീരീഡും ആണെങ്കിൽ 9 months ആയിട്ടില്ല, 7 months 8 months എടുക്കുന്നില്ലേ, അപ്പൊ അങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ P07 ആണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. അപ്പൊ P07 കോഡ് ചെയ്യുമ്പോൾ അതിലൊരു ചെറിയ കണ്ടീഷൻ നമ്മൾ ഓർത്ത് വെക്കണം. അതെന്ന് വെച്ചാൽ ഇൻ കേസ് രണ്ടും തന്നിട്ടുണ്ട്, ഷോർട്ട് ഇതുമാണ്, ജെസ്റ്റേഷണൽ ഏജും കുറവാണ്, ബർത്ത് വെയിറ്റും കുറവാണ്. ഓക്കെ, അപ്പൊ ഈ 2 കണ്ടീഷനും തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എടുക്കേണ്ടത് പറഞ്ഞാൽ ബർത്ത് വെയിറ്റ് ഷുഡ് ബി സീക്വൻസ്ഡ് ബിഫോർ ദ ജെസ്റ്റേഷണൽ ഏജ്. ഇവിടെ ആ സീക്വൻസിങ് മനസ്സിലായോ? P07ൽ 2 കണ്ടീഷനാണ് തന്നിരിക്കുന്നത്, ഷോർട്ട് ജെസ്റ്റേഷനും ബർത്ത് വെയിറ്റ് ലോ ബർത്ത് വെയിറ്റും തന്നിരിക്കുന്നത്. ഇത് രണ്ടും ഉണ്ട് ഒരു പേഷ്യൻ്റ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ബർത്ത് വെയിറ്റിന് സീക്വൻസിങ് പ്രാധാന്യം കൂടുതലാണ്. അപ്പൊ അത് ആദ്യം സീക്വൻസ് ചെയ്യും, അതിനുശേഷം നമ്മൾ ഷോർട്ട് ജെസ്റ്റേഷൻ സീക്വൻസിങ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ സെപ്സിസ് ഇൻ ന്യൂ ബോൺ ആണ്. അപ്പൊ ബാക്ടീരിയൽ സെപ്സിസ് ഇൻ ന്യൂ ബോൺ നമുക്ക് ഉള്ളൊരു കാറ്റഗറി എന്ന് പറയുന്നത് P36 ആണ്. കോഡ് കാറ്റഗറി കേട്ടല്ലോ, P36. ഇതിൽ ഇൻക്ലൂഡ്സ് കൺജനിറ്റൽ സെപ്സിസ് ആണ്. ഓക്കെ, ഇപ്പൊ കണ്ടീഷൻ ഞാൻ പറയുന്നു, ഡോക്യുമെന്റേഷനിൽ ഇത് കൺജനിറ്റൽ സെപ്സിസ് ആണോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അക്വയർഡ് സെപ്സിസ് ആണോ എന്ന് പറയുന്നില്ല. ഓക്കെ, ഡോക്യുമെന്റേഷനിൽ കൺജനിറ്റൽ സെപ്സിസ് ആണോ അതോ കമ്മ്യൂണിറ്റി അക്വയർഡ് സെപ്സിസ് ആണോ എന്ന് പറയുന്നില്ല എങ്കിൽ കൂടി ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് എന്ത് കോഡ് ചെയ്യാം? P36 കൺജനിറ്റൽ ആയിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ സാധിക്കും. കേട്ടോ, കൺജനിറ്റൽ ആയിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ, പക്ഷെ നമുക്ക് ഇതിനകത്ത് ഡോക്യുമെന്റേഷനിൽ തന്നിട്ടില്ല, ഏതാണ് കറക്റ്റ് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് കൺജനിറ്റൽ സെപ്സിസ് ആയിട്ട് അതിനെ കോഡ് ചെയ്യാൻ സാധിക്കും. പിന്നുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ P36 includes the organism. അപ്പോൾ ഓർഗാനിസമിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ കാറ്റഗറിയിലൊന്നും പോയി നമ്മൾ വേറെ അഡീഷണൽ ഡയഗ്നോസിസ് ഒന്നും എടുക്കണ്ട. ബട്ട് ഇൻ കേസ് P36ൽ കാഷ്വൽ ഓർഗാനിസം ഇൻക്ലൂഡ് ആയിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അഡീഷണൽ ഡയഗ്നോസിസ് എവിടെ പോയി എടുക്കും? നമ്മൾ B96 ഒക്കെ പഠിച്ചായിരുന്നു, ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതാ, പാരസിറ്റിക് ഒക്കെ പഠിച്ചപ്പോൾ ഇൻഫെക്ഷൻസ് പഠിച്ചതാ. അപ്പോൾ B96ൽ പോയിട്ട് അഡീഷണൽ ഡയഗ്നോസിസ് ആയിട്ട് നമുക്ക് എടുക്കാം. ക്ലിയർ ആണോ? അപ്പം P36 കോഡ് നമുക്ക് എടുക്കാം. അത് കൂടാതെ അതിനകത്ത് കാഷ്വൽ ഓർഗാനിസം ഇൻക്ലൂഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഏത് ഓർഗാനിസം ആ കോസ് ചെയ്തെന്നുള്ളത് നമ്മൾ B96ൽ പോയി എടുക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് കാഷ്വൽ ഓർഗാനിസമിനെ ഒരുമിച്ച് കോഡ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ബാക്ടീരിയൽ സെപ്സിസ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇൻ കേസ് ഇത് സിവിയർ സെപ്സിസ് ആണെങ്കിലോ, നമ്മൾ ആദ്യം തൊട്ട് പഠിക്കുന്നതാണ്. അപ്പം സിവിയർ സെപ്സിസ് ആണെങ്കിൽ ചിലപ്പം R65ന്റെ കോഡ് ചെയ്യണം. അതിനുശേഷം എന്തെങ്കിലും അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കോഡ് ചെയ്യണം. ക്ലിയർ ആണോ? P36 ആണ് നമ്മുടെ സെപ്സിസിന്റെ കോഡ്, അത് കറക്റ്റ് ആണ് ന്യൂ ബോണില്. അത് കൂടാതെ നമ്മൾ എന്തൊക്കെ കോഡ് ചെയ്യണം? സിവിയർ സെപ്സിസ് ആണെങ്കിൽ R65ന്റെ കോഡ് ചെയ്യണം, 65.2 ആണെന്ന് തോന്നുന്നു, അത് കോഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് കോഡ് ചെയ്യണം? അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ. ഇൻ കേസ് ഓർഗാനിസം ഇൻക്ലൂഡ് അല്ലെങ്കിൽ ഓർഗാനിസം കൂടെ കോഡ് ചെയ്യാൻ മറക്കരുത്. ഇത്രയാണ് നമ്മുടെ ആ ഒരു ബാക്ടീരിയൽ സെപ്സിസ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ബർത്ത് ആണ്. സ്റ്റിൽ ബർത്ത് അറിയാലോ. അപ്പം സ്റ്റിൽ ബർത്ത് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഡെഡ് ആണല്ലോ,
അപ്പോൾ മദറിന്റെ റെക്കോർഡിൽ എന്തായാലും ഒരു കോഡും വരില്ല. സ്റ്റിൽ ബർത്തിന്റെ കോഡ് P95 ആണ്. അപ്പോൾ P95 അത് റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് കൂടുതൽ സ്റ്റിൽ ബർത്ത് കോഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് P95 ആണ്. ഒരിക്കലും മദറിന്റെ റെക്കോർഡിൽ ഇത് P95 കോഡ് ചെയ്യില്ല. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ചാപ്റ്റർ കുറച്ച് വലുതാണ്, കുറച്ച് ഗൈഡ് ലൈൻസേ ഉള്ളൂ. ഗൈഡ് ലൈൻസ് എല്ലാന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെ മനസ്സിലാവും. മിക്കവാറും ചാപ്റ്റേഴ്സിലുള്ളത് തമ്മിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ സിമിലർ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. സിമിലർ ആണ്. പിന്നെ സിമിലർ അല്ലാത്തത് മാത്രം നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അത് പ്രസ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് സീൽ ടു നോ. ബൈ ബൈ.